ഫുഡെക്സ് ചാപ്റ്റർ 1 25 വർഷം അധ്യാപക ജീവിതം. അതിനുശേഷം ഇപ്പോൾ നല്ല ബിരിയാണി വിളമ്പുന്നു. ആരെക്കുറിച്ചെന്നല്ലേ, ഒരു മാഷിൻ്റെ ഭാര്യയും കുറിച്ചാണ്. രണ്ടുപേരും അധ്യാപകരാണ്. അവർ അറിവിൻ്റെ രുചിയായിരുന്നു ഇത്രയും കാലം വിളമ്പിയതെങ്കിൽ ഇപ്പോൾ വിളമ്പുന്നത് രുചിയുടെ അറിവാണ്. നല്ല സ്വയംഭം ബിരിയാണി. കോഴിക്കോട്ടെ റഹ്മത്തിൽ അതേ ബിരിയാണി കഥയായിട്ടാണ് പറയുന്നത്. ബിരിയാണി കഴിക്കാൻ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഫുഡെക്സ് ചാപ്റ്റർ 1 34 സീറ്റാണ് ഡൈനിങ് ഉള്ളത്. എന്നാൽ പോലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തിരക്ക് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ. ടീച്ചറെ ഇതൊന്ന് പാർസൽ. ടീച്ചറെ ഒരു മിനിപ്പോത്ത് പാർസൽ, പിന്നെ 2 ലൈം. ഈ പഠിപ്പിക്കാനാണോ സുഖം അല്ലെങ്കിൽ കഴിപ്പിക്കാനാണോ സുഖം? പഠിപ്പിക്കാൻ അതെ, രണ്ട് മേഖലയാണ്. രണ്ടിടത്തും പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നല്ലതുപോലെ ക്ലാസ് കഴിഞ്ഞിറങ്ങിയാലേ അറിയാതെ പിള്ളേർ താങ്ക്സ് എന്ന് പറയും, താങ്ക് യു സാർ എന്ന് പറയും. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരറിഞ്ഞില്ല. അതുപോലെ തന്നെ ഫുഡിൻ്റെ മേഖലയിൽ നല്ലത്, അതെ, വയറ് നിറഞ്ഞ് നല്ല തൃപ്തിയോടുകൂടി പോയാൽ നല്ല ഫുഡായിരുന്നു. അവര് പറഞ്ഞിട്ടേ കൗണ്ടറിൽ വന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. അതേസമയം മോശമാണെങ്കിലും ഇത് ഈ 2 ഫീൽഡിൽ അത് തന്നെയാണ്. ബിരിയാണിയൊക്കെ ഉഷാറായിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞു വിട്ടാണ്? ഞങ്ങൾ മലപ്പുറത്താണ്. ആണോ? നേരത്തെ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ ചേട്ടൻ ഇവിടെ വന്നിരുന്നു. പുള്ളിയുടെ റെക്കമെൻഡേഷൻ. എങ്ങനെയുണ്ട് ബിരിയാണി? ചിക്കനും കൊള്ളാം, പോത്ത് ബിരിയാണിയും കൊള്ളാം. ഏതാ ഇഷ്ടപ്പെട്ടെ? പോത്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പക്ഷെ രണ്ടും കൊള്ളാം. കുറെ കാലമായില്ലേ വരണമെന്ന് പറഞ്ഞു? അതെ, ഫസ്റ്റ് ടൈമാണ് വന്നത്, പക്ഷെ നല്ലതാണ്. ഏത് സജസ്റ്റ് ചെയ്യും? രണ്ടും കൊള്ളാം. ഐ വുഡ് സജസ്റ്റ് ബീഫ് മോർ. സുഖം തന്നെ. ഉച്ചത്തിരക്കിലായിരിക്കും അല്ലേ? അതെ. എങ്ങനെ ഇപ്പൊ ഈ ഉമ്മയായിട്ട് ഇങ്ങനെ എങ്ങനെ എത്തിപ്പെട്ടു ഇതിലേക്ക്? ഇപ്പോ വീട്ടിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും. അങ്ങനെയാണ് ഞാനാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. അത് എന്തായാലും ബുദ്ധി കേന്ദ്രം നമ്മളാണെങ്കിലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്നു. നമ്മളൊരു ധൈര്യം. അതെ, ഒപ്പത്തിനൊപ്പം നിന്നു. അതിലാണ് ഇതിന്റെ വിജയം. മട്ടൻ ബിരിയാണിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മട്ടനും ചിക്കനും. എന്തൊക്കെയുണ്ട്? നമുക്ക് ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, പോത്തുണ്ട്, വെജ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഒരു പോത്ത്. ഫുഡെക്സിൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് സോ ടേസ്റ്റിയാണ്. ഞാൻ ആക്ച്വലി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് പിടിച്ചിരുത്താൻ നമ്മുടെ സാറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായത്. ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ പോത്ത് ബിരിയാണി, മട്ടൻ ബിരിയാണി, വെജ് ബിരിയാണി, എഗ് ബിരിയാണി, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ബിരിയാണി ഐറ്റങ്ങളും ഉണ്ട്. മാഷും ടീച്ചറും ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഫുഡ് കൊടുക്കുന്നത്ര കാലം നല്ല വൃത്തി കൊടുക്കാൻ പറ്റണം. അതായത് മിനിമയുടെ നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ, കേര വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കില്ല. അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് അവർക്ക്. ആ നിബന്ധന കൊണ്ടാണ് അവരിത്ര പെട്ടെന്ന് ഈ കുറഞ്ഞ 3 വർഷം കൊണ്ട് ഇത്ര വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തിയത്. ബേക്കറി ജംഗ്ഷനിൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ അടുത്തായിട്ട് സ്വീറ്റ് മഹലിൻ്റെയും അംബ്രോസിൻ്റെയും നടുവിലൂടെ ഒരു റോഡ് കാണാം. ജസ്റ്റ് കയറുമ്പോൾ തന്നെ കാണാം ഫുഡെക്സ് ചാപ്റ്റർ 1. ഇനി ഫുഡെക്സ് ചാപ്റ്റർ 2 ആണെങ്കിൽ നമ്മുടെ തമ്പാനൂർ SS കോവിൽ റോഡിലാണ്. വന്നു കഴിഞ്ഞാൽ നല്ല ബിരിയാണി കഴിക്കാം. ഞാൻ ഗ്യാരണ്ടി, ആ തിരക്കും ഗ്യാരണ്ടി. തൽക്കാലം വിട്ടേക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം സുലാൻ.